അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ മുമ്പിൽ നിൽക്കുന്നത് തന്റെ സഹോദരി, മുലകുടി വഴിക്കുള്ള തന്റെ സഹോദരി, തന്റെ പോറ്റുമ്മയായിരുന്ന ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹായുടെ നേരെ മകൾ ഷെയ്മ ബിന്തുൽ ഹാരിസ് ആണ് ഈ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലാക്കാൻ കഴിയാതെ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഷെയ്മ പറഞ്ഞു, മുഹമ്മദ്, ഞാൻ വേണമെങ്കിൽ തെളിവ് കാണിച്ചു തരാം. അപ്പൊ നബിക്ക് അതിലേറെ ജിജ്ഞാസയായി. എന്താണ് ഇത്രയും കാലം ഷെയ്മ തന്റെ പ്രിയപ്പെട്ട പെങ്ങൾ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ആ അടയാളം ഏതാണ്? പിന്നെ അവരുടെ തോളിലെ വസ്ത്രം ഒരൽപ്പം മാറ്റി കാണിച്ചു കൊടുത്തു. നോക്കൂ, ഇവിടെ ഒരു കറുത്ത പാടില്ലേ? അതെന്താണെന്നറിയാമോ? അത് നിങ്ങൾ അന്ന് കടിച്ചതാണ്. നിങ്ങളെ ഞാൻ സ്നേഹപൂർവം എടുത്തു നടക്കുമ്പോൾ അന്ന് കുട്ടിക്കാലത്ത് എന്നെ കടിച്ചതാണ്. അന്ന് എനിക്ക് മുറിവുണ്ടായി. പക്ഷെ ആ മുറിവൊന്നും എനിക്കൊരിക്കലും വേദനിക്കുമായിരുന്നില്ല. കാരണം അത്രമാത്രം സ്നേഹമായിരുന്നു എനിക്ക് താങ്കളോട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വികാര വികസനായി നിന്ന രംഗമായിരുന്നു അത്. ഒന്ന്, പെങ്ങൾ, സ്വന്തം പെങ്ങൾ എന്ന് പറയുന്ന ആശയം, ഇതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ വൈകാരികതയുടെ ഒരു ആന്തോളനം ഉണ്ടാക്കുന്ന ആശയം. മാത്രമല്ല, ആ കുട്ടിക്കാലം അവിടെ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി വഴിക്കുള്ള സഹോദരന്മാരുടെ എണ്ണം 6 ആണ്. ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആൾക്കാർ അവരിൽ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഹലീമ ബീവിയുടെ സ്വന്തം മകളായിരുന്ന ഷെയ്മാക്ക് ഏറ്റവും അധികം കൗതുകവും ആനന്ദവും ഉണ്ടായിരുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം നബിക്ക് അത്തരത്തിലുള്ള ആകർഷണം ഉണ്ടായിരുന്നു. ആകർഷിക്കപ്പെടാൻ ആവശ്യമായ ഒരു പ്രത്യേകമായ കഴിവ്, പ്രത്യേകമായ ഭംഗി, അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ മഹാനായ നബിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഷെയ്മ എപ്പോഴും നബിയെ ഒക്കത്ത് വെച്ച് നടക്കുമായിരുന്നു. അങ്ങനെ നടക്കുന്നതിനിടയിലാണ് ഒരിക്കൽ ഇങ്ങനെ ഒരു കടി ഷെയ്മാക്ക് കിട്ടിയത്. ഷെയ്മ ഹവാസിൻ കുടുംബക്കാരിയാണ്. ഹലീമ ബീവിയുടെ പ്രിയപ്പെട്ട മകളാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ ഒരു വിരിപ്പ് വിരിച്ചു. എന്നിട്ട് പൊന്നു പെങ്ങളെ അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അവസാനം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ അഹ്ബബ്തി ഫഅഖീമി അൻദി, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് നിൽക്കൂ. മുകറമതൻ മുഹബ്ബബതൻ, എല്ലാവിധ ആദരവുമുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങളായി ഞാൻ നിന്നെ കാണും. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. ഇനി വൈൻ അഹ്ബബ്തി അൻ തർജഇ ഇലാ ഖൗമികി, നിനക്ക് നിന്റെ നാട്ടിലേക്ക്, നിന്റെ ഖൗമിലേക്ക് തിരിച്ചു പോകണമെന്നാണോ ഉള്ളത് എങ്കിൽ ഉസൽതുക്കി, ഞാൻ നിന്നെ സുരക്ഷിതമായി നിന്റെ നാട്ടിൽ, നിന്റെ ആൾക്കാരുടെ അടുക്കൽ എത്തിക്കാം. ഷെയ്മ പറഞ്ഞു, ബൽ അർജിഉ ഇലാ ഖൗമി, കുട്ടികളുണ്ട്, ഭർത്താവുണ്ട്, മറ്റ് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വളരെ പെട്ടെന്ന് പറിച്ചു നടാൻ കഴിയുന്നതല്ല അവരുടെ ജീവിത പരിസരം എന്ന് പറയും. അതുകൊണ്ട് ഞാൻ പോവുകയാണ്, ഞാൻ നിങ്ങളോടൊപ്പം ഇപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചു. ഈ വിജയത്തിന്റെ നായകൻ മഹാനായ നബി തന്നോട് കാണിച്ച സ്നേഹം, ഓർമ്മ, ഇതെല്ലാം ഷെയ്മയുടെ മനസ്സിനെ മാറ്റിയെടുത്തു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യം ചൊല്ലി ഷെയ്മ എന്ന നബിയുടെ പ്രിയപ്പെട്ട പെങ്ങൾ മുസ്ലിമായി കഴിഞ്ഞു. അവർ പോകുമ്പോൾ അവർക്ക് വേണ്ട എല്ലാം, ഒരു സ്ത്രീക്ക് വേണ്ടതെല്ലാം മഹാനായ വിശ്വാസം തങ്ങൾ കൊടുത്തു. അടിമകളെ കൊടുത്തു, ആടുമാടുകളെ കൊടുത്തു. അങ്ങനെ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും
തനിക്ക് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും നൽകി അവർ പോയി. അവർ നല്ല മുസ്ലിമത്തായി പിന്നെ ജീവിച്ചു എന്നാണ്. അതിൻ്റെതായ ഒരു സ്വാധീനം പിന്നെ ഉണ്ടായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം തായിഫിലെ, അതുപോലെ തന്നെ അറേബ്യയിലെ പ്രധാന നഗരങ്ങളിലെ പ്രധാന കുടുംബങ്ങളെല്ലാം മുർത്തദ്ദുകളായി മാറിയപ്പോൾ ആ യുദ്ധത്തിനെതിരെ, മുർത്തദ്ദുകൾക്കെതിരെ ധീരമായി പിടിച്ചു നിലനിൽക്കുകയും ചെയ്ത അപൂർവം ചില വനിതാ രത്നങ്ങളിൽ ഒരാളായിരുന്ന ഷൈമ ബിന്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉഖ്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രംഗവും പിന്നിട്ടതിന് ശേഷം, തായിഫ് യുദ്ധവും കഴിഞ്ഞതിന് ശേഷം പിന്നെ ജിയറാനയിൽ കാത്തുനിന്നില്ല. തൻ്റെ ഗനീമത്തുകൾ തന്നോടൊപ്പമുള്ളവർക്ക് ഓഹരി വെച്ച് കൊടുക്കാൻ ആദ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുഅല്ലഫത്തുൽ ഖുലൂബിനാണ്. ഇസ്ലാമിക സാമ്പത്തിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മുഅല്ലഫത്തുൽ ഖുലൂബ്. അള്ളാഹു നിർബന്ധമാക്കിയ സക്കാത്തിൽ വരെ അവർക്ക് പ്രത്യേക അവകാശം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോരോരുത്തർക്കും വാരി വാരി കൊടുക്കാൻ പോകും. അബൂ സുഫിയാന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 ഊഖിയ വെള്ളി കൊടുക്കും. വലിയൊരു തുകയായിരുന്നു ആ കാലഘട്ടത്തില്. പിന്നെ 100 ഒട്ടകം കൊടുത്തു. അത് കിട്ടിയപ്പോ സന്തോഷത്തോടെ അബൂ സുഫിയാൻ ചോദിച്ചു, വലിയ ഇബ്നി യസീദ്, എന്റെ മൂത്ത മകൻ യസീദിനോ? നബി പറഞ്ഞു, യസീദിനും കൊടുക്കൂ 100 ഒട്ടകം. അത് കിട്ടിയപ്പോ മുആവിയ, അബൂ സുഫിയാൻ വീണ്ടും ചോദിച്ചു, എന്റെ മകൻ മുആവിയാക്കും കൊടുക്കൂ 100 ഒട്ടകം. നബി പറഞ്ഞു. ഹക്കീം ഇബ്നു ഹിസാമിന് ആദ്യം 100 ഒട്ടകം കൊടുത്തു, പിന്നെയും 100 ഒട്ടകം കൊടുത്തു. സഫ്വാൻ ഇബ്നു ഉമയ്യ, മക്കയിലെ മറ്റൊരു നേതാവ്, ആദ്യം 100 ഒട്ടകം കൊടുത്തു, പിന്നെയും 100 ഒട്ടകം കൊടുത്തു, പിന്നെയും 100 ഒട്ടകം കൊടുത്തു. ഹാരിസ് ഇബ്നു ഖൽദക്ക് 100 ഒട്ടകം കൊടുത്തു. അങ്ങനെ ഓരോരുത്തർക്കുമായി വാരി വാരി കൊടുത്തു. അത് കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് അറാബികൾ ഓടി വരാൻ തുടങ്ങി. ചിലരൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, വരൂ വരൂ, മുഹമ്മദ് ഒരിക്കലും ദാരിദ്ര്യത്തെ ഭയപ്പെടാത്ത വിധത്തിൽ വാരിക്കൊടുക്കുന്നുണ്ട് എന്ന് പ്രചരണം വന്നു. അതോടുകൂടി അറാബികൾ വരാൻ തുടങ്ങി, നബിയെ പിടിച്ചു വലിക്കാൻ തുടങ്ങി. അവർക്ക് അത്രയും വലിയ നാഗരികതയില്ല. അതുകൊണ്ട് തന്നെ അവര് നബിയോട് അങ്ങനെ ഇടപെടാൻ തുടങ്ങി. മഹാനായ തങ്ങൾ അവസാനം പറഞ്ഞു, എനിക്കിതിലൊരു അംശമുണ്ടല്ലോ, ഹുമുസ്. ആ ഹുമുസ് പോലും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എനിക്ക് 5-1 അള്ളാഹുവിന്റെ റസൂലിന് അവകാശപ്പെട്ടതാണ്. ഞാൻ എന്റെ അവകാശം വേണ്ടെന്ന് വെക്കുകയാണ്. അതുപോലും നിങ്ങൾക്ക് നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാരിക്കൊടുക്കലുകൾ കിട്ടിയവർക്കെല്ലാം വലിയ സന്തോഷം പകർന്നുവെങ്കിലും അതിനപ്പുറത്ത് ചില അസ്വസ്ഥതകളായി ആ സന്തോഷം രൂപം മാറുന്നുണ്ടായിരുന്നു. പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.